നമ്മളെ പുതിയ ഷോപ്പിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ഒരു കടിയില്ല, മൊത്തം ക്ലോസ്, പണിപാളി. പിന്നെ ഒന്നും നോക്കില്ല, പിന്നെ മണ്ണങ്ങാടി മൊത്തം അങ്ങോട്ട് കറങ്ങി മടുത്തപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അതേ കിടക്കണം നല്ല അടിപൊളി കബാബിന്റെ ഒരു ഷോപ്പ്. അപ്പൊ നമ്മൾ അരവിന്ദ് ബ്രോ പറഞ്ഞു, മച്ചാൻ നോക്കണ്ട, ഇടിച്ച് കയറി. കേട്ട പാതി കേൾക്കാത്ത പാതി ശ്രീലാൽ ബ്രോ ഒന്നും നോക്കില്ല, പാഞ്ഞ് കയറി. കബാബാക്കാം. അതെങ്ങനെ ഒരു പോർഷൻ എങ്ങനെ എത്ര ഉണ്ടാവുക? ഇതൊക്കെ 6 പീസസ് സെറ്റ് ആണ്. പിന്നെ മിക്സ് ആയിട്ട് വേണമെങ്കിൽ ഇതിലെല്ലാം 4 പീസ് ഉണ്ടാവും. മിനി പ്ലാറ്റർ. അതൊരു പ്ലാറ്റർ ആയി കളി. 4 റൊട്ടി, ഒരു ബട്ടർ റൊട്ടി. കുടിക്കാൻ പൈനാപ്പിൾ ഉണ്ട്, മാംഗോ ഉണ്ട്, ഷെർമാമുണ്ട്, തണ്ണിമത്തനുണ്ട്, ആപ്പിൾ ഉണ്ട്, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ 2-3 ജ്യൂസ് അങ്ങോട്ട് ഓർഡർ ചെയ്തു. നമ്മൾ അരവിന്ദ് ബ്രോക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ഏത് കുടിക്കണം. അതിനൊരു തീരുമാനമായി. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ജ്യൂസ് അങ്ങോട്ട് എത്തിട്ടോ. എന്നാൽ ജ്യൂസ് വന്നപ്പോഴോ എല്ലാവർക്കും കൺഫ്യൂഷൻ. ആരൊക്കെ ഏതൊക്കെ പറഞ്ഞാൽ ആർക്കും ഓർമ്മല്ല. എന്നാൽ 3 പറഞ്ഞിട്ട് കാക്ക കൊണ്ടെന്നാണ് ആകെ 2. ആകെ പണിപാളി. അരവിന്ദിന് കൺഫ്യൂഷൻ. അങ്ങനെ കിട്ടിയത് 2 ഞാനും ശ്രീലാലും കൂടി എടുത്തു. അരവിന്ദ് ബ്രോ പിന്നെയും കാത്തിരിപ്പായി. അങ്ങനെ നമുക്ക് കഴിക്കാനുള്ള പ്ലേറ്റും കൊണ്ട് കാക്ക ഓടി വരുന്നു. അങ്ങനെ പ്ലേറ്റ് ഒക്കെ ടേബിളിൽ നിരത്തി ഇങ്ങോട്ട് വെച്ച് വിശന്ന് പണ്ടാരങ്ങി കിടക്കണം. അരവിന്ദ് ബ്രോന്റെ മുഖത്ത് ചെറിയ ചിരിയൊക്കെ വന്നോട്ടെ. അങ്ങനെ പ്ലേറ്റ് വന്നു, ജ്യൂസ് വന്നു. നമ്മൾ സാധനം കൊണ്ട് കാക്കി വന്നു. സാധനമൊക്കെ വന്നു കഴിഞ്ഞെങ്കിലും ജ്യൂസിന്റെ കാര്യവും പിന്നെയും കാക്കാൻ പിന്നെ ഓർമ്മ പോയി. അങ്ങനെ സാധനങ്ങളൊക്കെ വന്നു. പിന്നെ പറയണോ, നമ്മളെ ശ്രീലാൽ കുറേ നേരം അതിമ കെട്ടി പറയാൻ തുടങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.